Chapter 14 Oscillations Part 2 Kinetic Energy of Simple Harmonic Motion. Kinetic energy കാണാനുള്ള ഫോർമുല നമുക്കറിയാം. K is equal to half mv square ആണ്. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി നമുക്കറിയാം. V is equal to minus a omega sin omega t plus phi. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇനി വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി K is equal to half m into ഈ ടേമിനെ വി സ്ക്വയറിന് ഈ ടേം എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. മൈനസ് സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആയി എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ. അതാണ് വന്നിരിക്കുന്നത് എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് വൈ. നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല അറിയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് എഴുതുന്നു. ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെ നമ്മളിവിടെ എഴുതുന്നുണ്ട്. ഇനി എ സ്ക്വയറിനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? എ സ്ക്വയർ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടെ 1ന് പകരം എ സ്ക്വയർ ആയി. ഈ എ സ്ക്വയർ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമുക്കറിയാം എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്തുള്ള ടേം ആണ് ഈ കിട്ടിയിരിക്കുന്നത്, ലാസ്റ്റിലുള്ള ടേം. അപ്പോൾ ഇവിടെ എന്ത് വന്നു? എക്സ് സ്ക്വയർ ടി വന്നു. നമ്മളെ ഇക്വേഷൻ എന്തായി മാറി? ഹാഫ് കെ ഈസ് ഈക്വൽ ടു ഹാഫ് കെ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ കെ എന്ന് പറയുന്നത് എം ഒമേഗ സ്ക്വയർ ആണ്. എം ഒമേഗ സ്ക്വയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ എം ഒമേഗ സ്ക്വയറിന് പകരം നമ്മൾ കെ കൊടുത്തു. അതുപോലെ തന്നെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? എക്സ് സ്ക്വയർ കൊടുത്തു. കൈനറ്റിക് എനർജിക്കുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. അപ്പൊ കൈനറ്റിക് എനർജിക്ക് ഈ രണ്ട് എക്സ്പ്രഷൻസും നമ്മൾ പല സമയങ്ങളിലായിട്ട് ഉപയോഗിക്കും. ഒന്ന് കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്, അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഇനി പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഇതിൽ കെ എന്ന് പറഞ്ഞാൽ എം ഒമേഗ സ്ക്വയർ ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ എക്സിന്റെ വാല്യൂ നമുക്കറിയാം എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ കിട്ടിയതാണ് ഹാഫ് എം ഒമേഗ സ്ക്വയർ. കെക്ക് പകരം കൊടുത്തു. ഇനി എക്സ് സ്ക്വയറിന് പകരം എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പോൾ ഇത് രണ്ടും എന്തിന്റെ എക്സ്പ്രഷൻ ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ആണ്. ഇനി ടോട്ടൽ എനർജി കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജി നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജി അറിയാം. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജിയുടെ വാല്യൂ നമുക്കിത് അവിടെ ഉണ്ട്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഇവിടെ മുകളിലുണ്ട്, ഹാഫ് കെ എക്സ് സ്ക്വയർ. ആ രണ്ട് വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ. അപ്പോൾ ഹാഫ് കെ എക്സ് സ്ക്വയർ രണ്ടൊന്നും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നുള്ളത് ഏതാണ്? ഹാഫ് കെ എ സ്ക്വയർ ആണ്. അപ്പൊ ഹാഫ് കെ എ സ്ക്വയറിനെ കെക്ക് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം? എം ഒമേഗ സ്ക്വയർ കൊടുക്കാം. അപ്പൊ ടോട്ടൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ കിട്ടി. ഒന്നുകിൽ ഹാഫ് കെ എ സ്ക്വയർ അല്ലെങ്കിൽ ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ. ഒരു ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഫ്രം മെയിൻ പൊസിഷൻ അറ്റ് വിച്ച് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പിന്നെ ഏത് ഡിസ്റ്റൻസിലാണ് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആയിരിക്കുക എന്നുള്ളത്. കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാം ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ഇവിടെ തന്നിരിക്കുന്ന രണ്ടും ഈക്വൽ ആണ്. വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു. ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. രണ്ടൊന്നും നമുക്ക് ഹാഫ് കെ കട്ട് ചെയ്ത് കളയാം. അപ്പൊ നമുക്ക് കിട്ടുന്ന എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. മൈനസ് എക്സ് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോകുന്ന സമയത്ത് 2x സ്ക്വയർ ആയി. അപ്പൊ 2x സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് കിട്ടി? എ സ്ക്വയർ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കാണാം. എക്സ് ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ റൂട്ട് 2. ദി വേരിയേഷൻ ഓഫ് കെ ആൻഡ് പി വിത്ത് ഡിസ്റ്റൻസ് ഇൻ എസ് എച്ച് ആർ. സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഡിസ്റ്റൻസും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള വേരിയേഷനും തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ് വരുന്നത്. അപ്പൊ ഇതില് ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നതാണ് കൈനറ്റിക് എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇതാണ് കൈനറ്റിക് എനർജീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്. അതുപോലെ തന്നെ യു റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ബ്ലാക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജീനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇതാ ഈ കൊടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയാണ്. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജീനെയാണ് ഈ ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിഗർ തന്നിട്ട്
ഇതിൽ ഏതാണ് കൈനറ്റിക് എനർജി എന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ടോട്ടൽ എനർജി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ എനർജിന്റെ റെപ്രസെന്റേഷൻ. ഈ പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. ഇപ്പൊ സ്പ്രിംഗ് കോൺസ്റ്റന്റിനുള്ള ഫോർമുല അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റിനുള്ള ഫോർമുല നമുക്കറിയാം, K is equal to m omega square ആണ്. ഇതിൽ omega square is equal to K by m ആണെന്ന് അറിയാം. അപ്പൊ omega is equal to എന്ന് കിട്ടി root of K by m. നമ്മൾ പീരിയഡ് കാണാനുള്ള ഫോർമുല അറിയാം, പീരിയഡ് is equal to 2 pi by omega ആണ്. അപ്പൊ ഈ ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ root of K by m കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി, T is equal to 2 pi by root of K by m. അപ്പൊ m നേരെ മുകളിലേക്ക് വരും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, T is equal to 2 pi into root of m by k ആണ് പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിംഗിനുള്ള ഫോർമുല. അടുത്തത് പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. സിമ്പിൾ പെൻഡുലത്തിന്റെ പീരിയഡ് ഓഫ് ഓസിലേഷൻ ആണ്. സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ഒരു ബോബ് എന്ത് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഒരു സ്ട്രിംഗിൽ തൂക്കിയിട്ടിരിക്കുകയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ പെൻഡുലം. അപ്പൊ ഇവിടെ ഇതിൽ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നേരെ താഴത്തേക്കുള്ള mg ആണ് വരുന്നത്. ഈ mg രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, mg സൈൻ തീറ്റയും അതുപോലെ തന്നെ mg കോസ് തീറ്റയും. ഈ സ്ട്രിങ്ങിന്റെ ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ പോയിന്റ് ഓഫ് സസ്പെൻഷനിലേക്കുള്ള ലെങ്ത് L ആണ്. ഇതാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആർക്കിന്റെ ദൂരം S ആണ്. അതുപോലെ തന്നെ ഇവിടെ ആംഗിൾ വരുന്നത് തീറ്റയാണ്. ഇനി ദ റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് mg സൈൻ തീറ്റ. മൈനസ് mg സൈൻ തീറ്റ പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് തന്നെയാണ് റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആ റെസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്, mg സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ഇത് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, മൈനസ് mg സൈൻ തീറ്റ. തീറ്റയുടെ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് സൈൻ തീറ്റേനെ നമുക്ക് വെറും തീറ്റ എന്ന് എഴുതാം. അപ്പൊ റെസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു മൈനസ് mg തീറ്റ. ഇനി നമ്മൾ ഫോഴ്സ് കാണാണ്. ഫോഴ്സിനെ നമുക്ക് അപ്പൊ എങ്ങനെ എഴുതാം, mg ഇൻറ്റു തീറ്റയ്ക്ക് പകരം നമ്മൾ ഫോർമുല കൊടുക്കുന്നു, തീറ്റ ഇസ് ഈക്വൽ ടു ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണ്. അപ്പൊ തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, s ബൈ l കൊടുക്കുന്നു. നമ്മൾ ആക്സിലറേഷൻ കാണുന്നു, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ് ആണ്. അപ്പൊ ഈ ടേമിനെ m ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ m കട്ട് ചെയ്ത് പോകും, ബാക്കിയുള്ളത് g ബൈ l ഇൻറ്റു s, റീഅറേഞ്ച് ചെയ്ത് എഴുതി മാത്രം, മൈനസ് g ബൈ l ഇൻറ്റു s. നേരത്തെ നമുക്ക് ആക്സിലറേഷന്റെ ഫോർമുല കിട്ടിയിട്ടുണ്ട്, ആക്സിലറേഷൻ ഓഫ് SHM a is equal to മൈനസ് ഒമേഗ സ്ക്വയർ xt നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് s എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ്, xt എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഒമേഗ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കണം, g ബൈ l ന് ഈക്വൽ ആയിരിക്കണം. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു g ബൈ l. ഇതിൽ നിന്ന് ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, റൂട്ട് ഓഫ് g ബൈ l. ഇനി പീരിയഡ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, പീരിയഡ് ഇസ് ഈക്വൽ ടു 2 pi ബൈ ഒമേഗയാണ്. ഈ ഒമേഗയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, റൂട്ട് ഓഫ് g ബൈ l കൊടുക്കുന്നു. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി, t is equal to 2 pi by root of g by l. അപ്പൊ l നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇക്വേഷൻ കിട്ടി, പീരിയഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലത്തിനുള്ളത് ഏതാണത്, t is equal to 2 pi into root of l by g. ഇനി ഫോർ സെക്കൻഡ്സ് പെൻഡുലം പീരിയഡ് t is equal to 2 പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ പീരിയഡ് എത്രയാണ് വരുന്നത്, 2 ആണ്, 2 സെക്കൻഡ്സ്. ഇനി എന്താണ് അൺഡാംപ്ഡ് ഓസിലേഷൻ? ഓസിലേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഓർ ഫ്രീക്വൻസി. ഒരേ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരേ ഫ്രീക്വൻസിയുള്ള ഓസിലേഷൻ. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല, ഒരേ രീതിയിൽ പോവുകയാണെങ്കിൽ അത് അൺഡാംപ്ഡ് ഓസിലേഷൻ ആണ്. ഇനി ഡാംപ്ഡ് ഓസിലേഷൻ, ഓസിലേഷൻസ് വിത്ത് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് ഓർ ഫ്രീക്വൻസി ഡ്യൂ ടു റെസിസ്റ്റീവ് ഫോഴ്സ്. റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത് കാരണം ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്ന ഓസിലേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻ. എന്താണ് റെസൊണൻസ്? ഇഫ് ദ ഫ്രീക്വൻസി ഓഫ് അപ്ലൈഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നാച്ചുറൽ ഫ്രീക്വൻസി. അപ്ലൈഡ് ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന സമയത്ത് then the oscillator will vibrate with maximum amplitude. ഓസിലേറ്റർ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് റെസൊണൻസ്. അപ്പൊ റെസൊണൻസ് എന്നുള്ളത് ഒരു കണ്ടീഷൻ ആണ്. എന്താണത്, മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ആണ്. അതിൽ എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം, അപ്ലൈഡ് ഫോഴ്സിന്റെ ഫ്രീക്വൻസിയും നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനും ഈക്വൽ ആയിരിക്കണം.